Hello, my dear beautiful boys and beautiful girls. Everybody happy? I am here, Joby Wilingal. This is our Talmudic സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ താരൻ കുറയ്ക്കാനായിട്ട് നിരവധി തരത്തിലുള്ള ഷാംപൂ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം 100 കണക്കിന് ഷാംപൂ അല്ലെങ്കിൽ 100 കണക്കിന് കണ്ടീഷണർ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ റെയർ ആയിട്ടും അതോടൊപ്പം തന്നെ നല്ലതുമായ 2 ഷാംപൂവിന്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിലെ ആദ്യത്തെ ഷാംപൂ എന്നാൽ പതഞ്ജലിയുടെ കേശകാന്തി ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ഇത് വളരെയധികം ഡിഫറെൻ്റ് ആണ് സാധാരണ ഷാമ്പൂവിൽ നിന്നും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നമ്മുടെ ഷാമ്പൂ എന്നാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഷാമ്പൂ ആണ് ബിയർ ഷാമ്പൂ. ബിയർ ഷാമ്പൂ എന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ സാധാരണ ബിയർ കൊണ്ട് ഉണ്ടാക്കുന്ന ഷാമ്പൂ ആണ് ഈ ബിയർ ഷാമ്പൂ. എന്തായാലും ഈ 2 അടിപൊളി പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഈ എപ്പിസോഡ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലിംഗൽ. ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ നിരവധി തരത്തിലുള്ള ഷാമ്പൂ കിട്ടുമെങ്കിലും അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്തതും എന്നാൽ വളരെയധികം ഗുണം കിട്ടുന്നതുമായ 2 ഷാമ്പൂ ആണിത്. ആദ്യത്തെ ഷാമ്പൂ ബിയർ ഷാമ്പൂ, രണ്ടാമത്തേത് നമ്മുടെ പതഞ്ജലിയുടെ കേശകാന്തി ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. എന്തായാലും ഈ 2 ഷാമ്പൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പതഞ്ജലിയുടെ ഈ കേശകാന്തി ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവിനെ പറ്റി ഡീറ്റെയിൽസ് നോക്കാം. എന്തായാലും ഈ ഒരു ഷാമ്പൂ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, പതഞ്ജലിക്ക് നിരവധി പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിലും ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ എന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. കാരണം ഞാനത് ഉപയോഗിച്ചു, ആ ഒരു ഉപയോഗം കൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ മെയിൻ കാര്യം. ഈ ഒരു ഷാമ്പൂ ഇതാണെങ്കിലും പക്ഷേ ഇത് വിത്ത് നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. കാരണം നോർമലി നമ്മൾ ഷാമ്പൂ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവും. ആ ഡ്രൈനെസ് മാറാനായിട്ട് ഒരു കണ്ടീഷണർ കൂടിയായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ. എന്താണെങ്കിലും ഇത് 200 ml പാക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 10ഓളം തരത്തിലുള്ള ആയുർവേദ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു ഷാമ്പൂ. ഈ ഷാമ്പൂവിന് മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പറയാം റോസ്മേരി എന്ന ഒരു കണ്ടന്റ്. റോസ്മേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു പ്രത്യേക ഔഷധമാണ്. അതിന് മലയാളം എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. പക്ഷേ നല്ല ഒരു സ്മെല്ലുള്ള തരത്തിലുള്ള ഒരു കണ്ടന്റാണ് ഈ റോസ്മേരി എന്ന് പറഞ്ഞാൽ. അതൊരു ഹെർബ്സ് ആണ്. നമുക്ക് പലതരത്തിൽ ഫുഡിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഫുഡിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ റോസ്മേരി എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ പിന്നെ മെയിനായിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹണിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു കണ്ടന്റ് യൂക്കാലിപ്സിൻ്റെ എസൻസ് ആണ്. എന്ന് വേണ്ട അങ്ങനെ 10 തരത്തിലുള്ള കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഷാമ്പൂ ആണിത്. അതായത് ഈ ഷാമ്പൂവിൻ്റെ കണ്ടന്റുകളെല്ലാം നമ്മുടെ ഡാൻഡ്രഫിനെ കളയാൻ വേണ്ടിയാണ് ഇവർ മെയിൻ എയിം ചെയ്യുന്നതെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടി പൂർണ്ണമായിട്ടും നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു കണ്ടീഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം. എന്തായാലും ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2018 ആണെങ്കിൽ ലോങ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കും. ഏകദേശം 2 വർഷത്തോളം എക്സ്പയറി ഡേറ്റ് ഇതിനുണ്ട്. ഏകദേശം 2020 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ ഒരു 200 ml ഈ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഉപയോഗിക്കേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഷാമ്പൂ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുക. ഏകദേശം 2-3 ml നമുക്ക് നമ്മുടെ കയ്യിലെടുക്കാം. അത് നമ്മുടെ ഹെയർ വെറ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഹെയർ ഒരല്പം നനവുള്ളതായിരിക്കണം. ആ നനവുള്ള ഹെയറിലേക്ക് 2-3 ml ഈ ഒരു ഷാമ്പൂ എടുത്ത ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ശരിക്കും മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ തലയോട്ടിലൊക്കെ ആയിട്ട് ശരിക്കും പിടിക്കുന്ന രീതിയിൽ സാവധാനം മസാജ് ചെയ്യുക. ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ആയുർവേദ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ടും ഒരു തരത്തിലും ബാഡായിട്ടൊരു സ്മെല്ലുമില്ല. നല്ല ഒരു സ്മെല്ല് മാത്രമാണുള്ളത്. കാരണം അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ വില എന്നുള്ളത് ഇത് മാർക്കറ്റ് പ്രൈസിൽ ഇത് 110 രൂപയാണ്. നമുക്ക് പതഞ്ജലിയുടെ തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിലും അതല്ല മറ്റുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 110 രൂപ മാത്രമേ ഇതിനുള്ളൂ. 200 ml ആണുള്ളൂ. ഈ ബോട്ടിൽ 100% ആയുർവേദ കണ്ടന്റുകളാണ്. അപ്പോൾ ഇതാണ് പതഞ്ജലിയുടെ ഷാമ്പൂ. സാധാരണ നമ്മൾ ഷാമ്പൂ കാണുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യാം. നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഒരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ കണ്ടീഷണർ കാണുന്ന ഒരു രീതി തന്നെയാണ് ഈ ഒരു ഷാമ്പൂ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ. പിന്നെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇതിൻ്റെ റോസ്മേരി എന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹണി അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ യൂക്കാലിപ്സിൻ്റെ കണ്ടന്റ് അടങ്ങി. ഈ കണ്ടന്റുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള സ്മെല്ല് നമുക്ക് നൽകാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ആയുർവേദ രീതിയിലുള്ള നല്ല ഗുണം നൽകാനും ഈ ഒരു പതഞ്ജലിയുടെ കേശകാന്തി ആൻറ്റി ഡാൻഡ്രഫ് എന്ന ഈ ഒരു ഷാമ്പു നമ്മളെ ഒരുപാട് സഹായിക്കും. ഇതൊന്ന് ഇങ്ങനെ ഇതുപോലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. സാധാരണ ഷാമ്പു ഇതുപോലെ തിക്നെസ് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഒരു കണ്ടീഷണർ പോലെ നമുക്ക് ഫീൽ ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പതഞ്ജലിയുടെ ആൻറ്റി ഡാൻഡ്രഫ് എന്ന ഈ ഒരു ഷാമ്പു നല്ല ഒരു പ്രോഡക്റ്റ് ആണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ നമ്മുടെ ഷാമ്പു എന്നത് ഈ ഷാമ്പു ആണ്, അതായത് ബിയർ ഷാമ്പു. ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ബിയറിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ബോട്ടിലും ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ബിയർ ഷാമ്പു എന്നത് കൂടുതലായിട്ട് പറയാനും കാര്യം എന്താണെങ്കിലും ബിയർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ബാർലി. എന്നാൽ ബാർലി ഇല്ലാതെ നമുക്ക് ബിയർ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടന്റും ഈ ഒരു ഷാമ്പുവും ഇവരുണ്ടാക്കിയേക്കുന്നത് ബാർലി കൊണ്ടാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് ബാർലി കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഹോപ്സ് കൊണ്ടാണ്. ഈ ഹോപ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഗോതമ്പ് പോലൊക്കെ തന്നെ ഇരിക്കും ഏകദേശം. സത്യം പറഞ്ഞാൽ അതൊരു വള്ളിച്ചെടിയാണ്. ആ വള്ളിച്ചെടിയിൽ ഇതുപോലെ നമ്മുടെ നെൽക്കതിരൊക്കെ ഉണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ കതിരൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഉണ്ടായി വരുന്ന ഒരു സാധനമാണ് ഈ ഹോപ്സ്. അപ്പോൾ ആ ഹോപ്സിൻ്റെ അതിനെ കൂടുതൽ പ്രോസസ്സ് ചെയ്താണ് ഈ ഷാമ്പു ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ പറയാം ഈ ബാർലിയും അതോടൊപ്പം തന്നെ ഈ ഹോപ്സും കൊണ്ട് ആണ് സാധാരണ പലതരത്തിലുള്ള ബിയറുകളും ഉണ്ടാക്കുന്നത്. അതിൻ്റെ മറ്റൊരു വകഭേദമായിട്ടാണ് അവർ ഈ ഒരു ഷാമ്പുവും ഉണ്ടാക്കുന്നത്. എന്തായാലും ആ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഷാമ്പു നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മെയിൻ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിനുണ്ടാകുന്ന ഡാമേജ് ഫ്രീ ആവും. അതോടൊപ്പം തന്നെ സ്ട്രോങ് ആയ ഹെയറും കിട്ടുമെന്നാണ് കമ്പനി എന്താണെങ്കിലും പൂർണ്ണമായിട്ടും അവകാശപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവരെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് ബാർലിയും ഹോപ്സും കൊണ്ടാണ് ഈ ഒരു ഷാമ്പു ഉണ്ടാക്കുന്നതെങ്കിലും അതോടൊപ്പം തന്നെ ഏകദേശം 10 അല്ലെങ്കിൽ 15 തരത്തിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഇൻഗ്രീഡിയൻ്റ് എല്ലാ ഡീറ്റെയിൽസും ഇവരിവിടെ ബോട്ടിലിൻ്റെ ഈ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റിനെ പറ്റിയാണ്. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2018 1-ാം മാസം ജനുവരി 2018 മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നത് 2020 വരെ 12/2020 വരെ അത്രയും നീണ്ട കാലത്തേക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ ഇത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങും അതോടൊപ്പം തന്നെ ഇത് മാനുഫാക്ചറിങ് ചെയ്തതും മുംബൈയിലാണ്. ഇതിന് വില എന്നത് 55 രൂപയാണ് ഈ ഒരു ചെറിയ ബോട്ടിലിൻ്റെ വില. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഫ്രം റിയൽ ബിയർ, ഒറിജിനൽ ബിയറിൽ നിന്നുണ്ടാക്കുന്ന ഈ ഒരു ഷാമ്പു. അപ്പോൾ എന്തായാലും ഈ ഒരു ഷാമ്പുവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഷാമ്പു എങ്ങനെയുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് സ്മെല്ല് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ബിയർ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഇതാ ഈ ഒരു ക്യാപ്പ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും ക്യാപ്പ് നമുക്ക് സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരല്പം നമ്മുടെ കയ്യിലെടുത്ത് നോക്കാം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറോട് കൂടിയ ഒരു ഷാമ്പു ആണ്. നല്ല തിക്നെസ് ഉള്ള ഒരു ഷാമ്പു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ ബിയറിൻ്റെ ഒരു സ്മെല്ലും അതോടൊപ്പം തന്നെ ഇവർ സ്മെല്ലിനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് സെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നു. സാധാരണ ഷാമ്പുവിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പോൾ എന്തായാലും ഈ ബിയർ ഷാമ്പു നമുക്ക് സാധാരണ ഷാമ്പുവിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും മേടിക്കാനാണെങ്കിൽ ഈ ബിയർ ഷാമ്പുവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പതഞ്ജലിയുടെ ഷാമ്പുവും നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും അതല്ലെങ്കിൽ ആയുർവേദ കടകളിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു 2 ഷാമ്പു മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ പതഞ്ജലിയുടെ കേശകാന്തി എന്ന ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവിൻ്റെയും അതോടൊപ്പം തന്നെ ബിയർ ഷാമ്പുവിൻ്റെയും എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ഇതുവരെ എത്രത്തോളം ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗൽ. ദൂരേക്കും ഷോർട്ട് റൈഡ്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.